ദൈവത്തിന് മഹത്വം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലുമൊക്കെ വളരെയധികം പ്രസിദ്ധി ആർജിച്ച ഒരു ന്യൂസും അല്ലെങ്കിൽ ഒരു പരക്കെ ജനങ്ങളുടെ ഇടയിൽ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ലിവ്യാഥാൻ എന്ന് പറയുന്നത്. ലിവ്യാഥാൻ വരുന്നുവെന്നും അതുപോലെ തന്നെ അതുകൂടാതെ ബഹുമോത്ത് എന്ന് പറയുന്ന ഒരു ജീവി വരുന്നുവെന്നും അതുപോലെ ആകാശത്തെ അടക്കി വാഴുന്ന സിസ് എന്ന് പറയുന്ന പക്ഷി വരുന്നുവെന്നും ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇത് വരാൻ കാരണമെന്ന് പറയുന്നത് അടുത്ത കാലത്ത് മെക്സിക്കോയുടെ തീരത്ത് ഓർ ഫിഷ് അല്ലെങ്കിൽ ഡൂംഡേ ഫിഷ് എന്ന് പറയുന്ന ഒരു ഫിഷ് അതിൻ്റെ തീരത്ത് വന്നു എന്നുള്ളതാണ്. ഇതൊരു സാധാരണ ഫിഷല്ല, സാധാരണ മനുഷ്യർ കണ്ടിട്ടുള്ളൊരു ഫിഷല്ല. വളരെ നീളമുള്ളതും സിൽവർ നിറമുള്ളതും അതുപോലെ തന്നെ ഏകദേശം അത് ഫിഷ് ഒരു 260-270 കിലോഗ്രാം ഭാരമുള്ള ഒരു വലിയൊരു വിചിത്രമായിട്ടുള്ള ഒരു മത്സ്യമാണ് ഈ മെക്സിക്കോയുടെ തീരത്ത് എത്തിച്ചേർന്നത്. അത് സാധാരണയായിട്ട് മനസ്സിലാക്കുന്നത് ഇത് കടലിൻ്റെ അടിത്തട്ടിൽ ഉള്ള മത്സ്യമാണെന്നും സാധാരണ ഇത് പുറത്തു വരുന്നില്ല എന്നുമാണ്. എന്നാൽ അപൂർവമായി ഇത് വന്നു എന്നുള്ളതാണ്. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഒരുപാട് തരത്തിലുള്ള റൂമേഴ്സും അതുപോലെ തന്നെ അഭ്യൂഹങ്ങളും ഒക്കെ പരന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഈ ജപ്പാൻകാരുടെ വിശ്വാസം അനുസരിച്ച് ഈ ഡൂംഡേ ഫിഷ് അല്ലെങ്കിൽ ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ള ഈ മത്സ്യങ്ങൾ ഒരിക്കലും മുകളിലേക്ക് വരികയില്ല. എന്നാൽ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ സമുദ്ര ദൈവം ഒരു മെസ്സഞ്ചറായിട്ട് ഇത് മുകളിലേക്ക് അയക്കുകയാണ്. അത് മുഖാന്തരം വരാൻ പോകുന്ന സുനാമി പോലുള്ള അല്ലെങ്കിൽ കടൽക്ഷോഭം പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വാണിംഗ് നൽകുന്നുവെന്ന് അവർ വിശ്വസിക്കുകയാണ്. എന്നാൽ മറ്റു ചിലർ വിശ്വസിക്കുന്നു കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഈ മത്സ്യങ്ങൾ വരുന്നതിൻ്റെ കാരണം ഈ ലിവ്യാഥാൻ കടലിൻ്റെ അടിത്തട്ടിലാണ്, അത് ഇളകുകയാണ്. അതിന് മുമ്പ് ഇത് വരുന്നതിന് മുമ്പ് തന്നെ ഡൂംഡേ ഫിഷ് വന്നതാണ് അല്ലെങ്കിൽ ഓർ ഫിഷ് വന്നതാണ്. അതുകൊണ്ട് ലിവ്യാഥാൻ ഈ കരയിലേക്ക് വരികയാണ്, ലോകത്തെ ശിക്ഷിക്കാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരന്നുകൊണ്ടിരിക്കുകയാണ്. ലിവ്യാഥാൻ മാത്രമല്ല, അതുകൂടാതെ മറ്റ് രണ്ട് കാര്യങ്ങളൂടെ അവർ പറയുന്നുണ്ട്. ചിലർ അതിനെക്കുറിച്ച് പറയുന്നത് ബഹുമത്ത് എന്ന് പറയുന്ന ഒരു വലിയ ഭയാനകമായ ഒരു മൃഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ മൃഗം ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള സകലത്തെ നശിപ്പിക്കുമെന്നും അതുപോലെ ആകാശത്തിൻ്റെ അധിപനായിരിക്കുന്ന സീസ് എന്ന് പറയുന്ന ഒരു പക്ഷി, ആ പക്ഷിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആകാശത്തെ അടക്കി വാഴുന്ന ഒരു പക്ഷിയാണെന്നും ആ പക്ഷി സൂര്യനെ പോലും മറയ്ക്കത്തക്ക വലിയ ചിറകുകളുള്ള പക്ഷിയാണെന്നും അത് ചിറകുകൾ വിരിക്കുമ്പോൾ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് ഇല്ലാതെ പോവുകയും ആകാശത്തിൻ്റെ സകല കൺട്രോളും ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരു പക്ഷിയാണെന്നും എന്നുള്ള അഭ്യൂഹങ്ങളാണ് പരന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബിലോൺ അതുപോലെ തന്നെ യഹൂദന്മാരുടെ മിത്തോളജി അല്ലെങ്കിൽ സാങ്കല്പികമായിട്ടുള്ള കഥകളുണ്ട്. ആ കഥകളിൽ ഇതിനെക്കുറിച്ച് അധികമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ യഹൂദന്മാരുടെ എഴുത്തുകളായ മിഡ്രാഷ് പോലെയുള്ള എഴുത്തുകളിൽ ഇതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ ലിവ്യാഥാനെക്കുറിച്ച് അവർ പറയുന്നത് ദൈവം സൃഷ്ടിച്ച വലിയ ഒരു കടലിൽ വസിക്കുന്ന ഒരു വലിയ ജീവിയാണ് ലിവ്യാഥാൻ എന്നും എന്നാൽ ഈ ലിവ്യാഥാനെ ആണും പെണ്ണുമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചതെന്നും അതുകൊണ്ട് സൃഷ്ടിപ്പിൻ്റെ 5-ാമത്തെ ദിവസം ദൈവം ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചതിന് ശേഷം ഇത് വലിയ ഒരു ജീവി ആയതുകൊണ്ട് ഈ കടലിലെ സകല ജീവജാലങ്ങളെ ഇത് കൊന്നൊടുക്കുമെന്ന് വിചാരിച്ച് ഇത് കൂടുതൽ പെരുകി കഴിഞ്ഞാൽ ഇത് മനുഷ്യരുടെ നാശവും അതുപോലെ തന്നെ സമുദ്രത്തിലുള്ള സകലത്തിന് നാശമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം ഇതിൻ്റെ ഫീമെയിലിനെ കൊന്നു കളഞ്ഞെന്നും അതിൻ്റെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഈ ലിവ്യാഥാൻ എന്ന് പറയുന്ന ഈ ജീവിയെ ആ ദൈവം അയച്ചു എന്നുമാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ പറയുന്നത് എന്നുള്ളത്. എന്നാൽ അന്ത്യകാലത്ത് ഈ ലിവ്യാഥാൻ പുറത്തു വരുമെന്നും ലിവ്യാഥാൻ വന്നിട്ട് ഈ ലോകത്തിന്മേൽ വലിയ കൺട്രോൾ ഏറ്റെടുക്കുമെന്നും അതിനെ ദൈവം നശിപ്പിക്കുമെന്നും ഒക്കെ പറയുന്ന ആശയങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ രണ്ടാമത് നമ്മൾ വരുമ്പോൾ ബഹുമോത്ത് എന്ന് പറയുന്ന ആ വലിയ മൃഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് യോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം. അത് വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത നമുക്ക് മനസ്സിലാകും. യോബ് 40-15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഈ മൃഗത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അത് നമുക്ക് വായിക്കാം. ഞാൻ നിന്നെ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന നദീകേയമുണ്ടല്ലോ, അത് കാളയെപ്പോലെ പുല്ല് തിന്നുന്നു. അതിൻ്റെ ശക്തി അതിൻ്റെ കടിപ്രദേശത്തും അതിൻ്റെ ബലം വയറ്റിൻ്റെ മാംസപേശികളിലുമാകുന്നു. ദേവദാരു തുല്യമായ തൻ്റെ വാൽ അത് ആട്ടുന്നു. അതിൻ്റെ തുടയിലെ നരമ്പുകൾ കൂടി പിണഞ്ഞിരിക്കുന്നു. അതിൻ്റെ അസ്ഥികൾ ചെമ്പുകുഴൽ പോലെയും എല്ലുകൾ ഇരുമ്പഴി പോലെയും ഇരിക്കുന്നു. ഇവിടെ നദീഹേയം എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ ഹീബ്രു ഭാഷയിൽ
ബഹുമൂത്ത് എന്നും ഇംഗ്ലീഷിൽ ചില ട്രാൻസ്ലേഷനുകളിൽ ബഹുമൂത്ത് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. നദികേയം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ മൃഗത്തെയാണ് അല്ലെങ്കിൽ ബഹുമൂത്ത് എന്ന് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഈ ബഹുമൂത്ത് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പിൻ്റെ 6-ാം ദിവസം ദൈവം സൃഷ്ടിച്ചുവെന്നും അത് വലിയ ഒരു മൃഗമായിരുന്നു, ആനയേക്കാൾ വലിയൊരു മൃഗമായിരുന്നു. അതിൻ്റെ അസ്ഥികളും അതുപോലെ തന്നെ അതിൻ്റെ എല്ലുകളുമൊക്കെ ഇരുമ്പിനെ പോലെയും താമ്രം പോലെയും ശക്തിയുള്ളതാണെന്നും അതിനെ ആർക്കും മരിക്കാൻ കഴിയത്തില്ലെന്നും ആണും പെണ്ണുമായി ദൈവം സൃഷ്ടിച്ചു. എന്നാൽ അത് പെറ്റുവരുകി കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ സകലത്തിന്മേലും അധിപതിയാകുകയും സകലത്തിൻ്റെ മേലും സകലത്തെ അത് നശിപ്പിക്കുമെന്ന് ദൈവം മനസ്സിലാക്കിയിട്ട് ദൈവം അതിൻ്റെ ഫീമെയിലിനെ കൊന്നുകളയുകയും അതിൻ്റെ ഒരു ബഹുമൂത്തിനെ മാത്രം ശേഷിപ്പിച്ചിരുന്നുവെന്നുമാണ് അവർ വിശ്വസിക്കുന്നത്. അതായത് ഒരു പ്രത്യേക മരുഭൂമിയിൽ ദൈവം അതിൻ്റെ താഴ്വരയിലേക്ക് ഇതിനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ അന്ത്യകാലത്ത് ഇത് വരുമെന്നും ആണ് അവർ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ബഹുമൂത്ത് എന്ന് പറയുന്ന ഒരു ബൈബിളിൽ ഈ ജീവിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഈ ബഹുമൂത്താണ് ഈ അന്ത്യകാലത്ത് വരുമെന്നും ഇങ്ങനെയുള്ള പല ടീച്ചിങ്ങുകൾ ഇതിൻ്റെ ഈ സാങ്കല്പിക കഥകളുടെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ മൂന്നാമതൊരു പക്ഷിയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആ പക്ഷി നമുക്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം. തിരുവചനത്തിൽ അതിനെക്കുറിച്ച് ചില പരാമർശങ്ങളുണ്ട്, അതിനെ നമുക്കൊന്ന് നോക്കാം. സങ്കീർത്തനം 50:11 അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് വായിക്കാം നമുക്ക്. സങ്കീർത്തനം 50:11. മലകളിലെ പക്ഷികളൊക്കെയും ഞാൻ അറിയുന്നു, വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല, ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതത്രേ. അപ്പോൾ ഇവിടെ ഈ പക്ഷി എന്ന് അതിന് ഒറിജിനൽ ഭാഷയിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സീസ് എന്നാണ് അതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൃഗം ആയിട്ടും അതുപോലെ തന്നെ പക്ഷിയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്നാൽ മിഡ്രാഷിൻ്റെ ട്രാൻസ്ലേഷനിൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതൊരു മൃഗമായിട്ടല്ല അവിടെ അതിനെ ഉപയോഗിച്ചിരിക്കുന്നത്, മറിച്ച് അതൊരു വലിയ പക്ഷിയായിട്ടാണ് അതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഉള്ളതാണ്. സീസ് എന്ന് പറയുന്ന ഒരു പക്ഷി. അപ്പോൾ ഈ പക്ഷിയെക്കുറിച്ച് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ഇവർ പറയുന്നത് ഇത് ആകാശത്തിന്മേൽ അധികാരമുള്ള ഒരു വലിയ പക്ഷിയാണെന്നും അതിൻ്റെ ചിറകുകൾ വിരിച്ചു കഴിഞ്ഞാൽ സൂര്യനെ പോലും തടഞ്ഞു നിർത്താൻ കഴിയുമെന്നും സൂര്യൻ്റെ പ്രകാശം ഈ ഭൂമിയിലേക്ക് വരാതെ ഭൂമിയെ ഇരുട്ടാക്കി കളയാൻ പറ്റുമെന്നും അതുപോലെ സമുദ്രത്തിൽ കാൽ കുത്തിയാൽ അതിൻ്റെ കാലിൻ്റെ വിരലിൽ മാത്രമേ ഈ വെള്ളം നിൽക്കുകയുള്ളെന്നും അത്ര വലിപ്പമുള്ള ഒരു പക്ഷിയാണ് എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഇവർ പിന്നീട് പറയുന്നത് അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ വിശുദ്ധന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ നീതിമാന്മാർക്ക് വേണ്ടി ദൈവം വിരുന്നൊരുക്കുമ്പോൾ അതിൻ്റെ മാംസം ദൈവം കൊടുക്കുമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് ലിവ്യാതാനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ലിവ്യാതാനെക്കുറിച്ച് അഭ്യൂഹങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പറയുന്നത് അമേരിക്കയിലെ NIA സമുദ്രത്തിൻ്റെ ആഴങ്ങളിലുള്ള ഗവേഷണം നടക്കുന്ന ഒരു ടീം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഒരു വല്ലാത്ത ശബ്ദം കേട്ടുവെന്നും ഒരു ട്രെയിനിൽ നിന്ന് വരുന്ന വലിയ ശബ്ദം പോലെ കേട്ടുവെന്നും അത് ലിവ്യാതാൻ്റെ ശബ്ദമാണോ എന്ന് പറഞ്ഞതായി ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 1977 മാർച്ച് മാസം 19-ാം തീയതി പസഫിക് സമുദ്രത്തിൽ ഗവേഷണം നടത്തിയപ്പോൾ വലിയ ഒരു മഞ്ഞുമല നീങ്ങുന്നതിൻ്റെ ഒരു വലിയ ശബ്ദം കേട്ടുവെന്നും ആ ശബ്ദം ലിവ്യാതാനാണ് എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ പിന്നീട് ചില യൂട്യൂബ് ചാനലുകളിലൊക്കെ പറയുന്നത് ഒരു മിഷണറി കടലിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കടൽ ഇളകി മറിയത്തക്ക നിലയിൽ ആ കപ്പലിൻ്റെ വലിപ്പത്തോളമുള്ള ഒരു തല, ഒരു വലിയ മീനിൻ്റെ തല കണ്ടുവെന്നും അത് ലിവ്യാതാനാണെന്നും അതിൻ്റെ തല തന്നെ അത്രയാകുമ്പോൾ അത് വലിയ തിമിംഗലങ്ങളെക്കാൾ 10-30 അതിലധികമോ വലിയ തിമിംഗലങ്ങളെക്കാൾ വലിയ ഒരു ലിവ്യാതാൻ എന്ന് പറയുന്ന ഒരു മൃഗമാണ് അല്ലെങ്കിൽ ഒരു കടൽ ജീവിയാണെന്നും അവർ പറയുന്നതായിട്ടൊക്കെ ഇതിന് കൂടെ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതിനെക്കുറിച്ചൊന്നും ഈ തരത്തിലുള്ള ഗവേഷണങ്ങൾ നടന്നുവെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള തിമിംഗലത്തെയോ അതിൻ്റെ ശബ്ദത്തെ കണ്ടെത്തിയെന്നും ഒരിക്കലും ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട് ഇല്ല എന്നുള്ളതാണ് നാം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ലിവ്യാതാൻ എന്ന് പറയുന്ന ഒരു കടൽ ജീവി എന്നുള്ള ഒരു സങ്കല്പം മാത്രമായിട്ടാണ് ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെശയ്യാ പ്രവചനം 27-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ആരാണ് ലിവ്യാതാൻ എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അന്നാളിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തൻ്റെ വാൾ കൊണ്ട് വിദ്രുത സർപ്പമായ ലിവ്യാധാനെയും വക്രസർപ്പമായ ലിവ്യാധാനെയും സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നു കളയും. അപ്പോൾ ഇവിടെ സമുദ്രത്തിലെ സർപ്പത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിദ്രുത സർപ്പമായ
വക്രസർപ്പമായ, അവിടെ അതിനെ പറഞ്ഞിരിക്കുന്നത് സർപ്പം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു മത്സ്യമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഈ ലിവ്യാഥാൻ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞാനൊരു മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ആധികാരികമായി ഈ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുക്കും. അതിനുശേഷം നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടും. ഇവിടെ ഈ ലിവ്യാഥാൻ എന്ന് പറയുന്നത് ഒരു വക്രസർപ്പമായിട്ടും അല്ലെങ്കിൽ ഒരു വിദ്രുത സർപ്പമായിട്ടുമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. കേവലം ഒരു മത്സ്യമായിട്ട് അതിനെ ഒതുക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. മറ്റൊരു സ്ഥലത്ത് മറ്റ് രീതിയിൽ ഫറവോനെ സൂചിപ്പിക്കുന്നതായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ തലങ്ങളിൽ ഓരോ സമയത്തും ഓരോ രീതിയിലാണ് അത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലിവ്യാഥാൻ എന്ന് പറയുന്നത് കേവലം ഒരു കടൽ ജീവി എന്ന് പറഞ്ഞ് അതിനെ നമുക്ക് ഒതുക്കാൻ കഴിയത്തില്ല. എല്ലാ കാലത്തും ദൈവജനത്തിനെതിരെ നിൽക്കുന്ന അന്ധകാര ശക്തികളുടെ ഒരു പ്രതീകമായി കടലിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു ജീവിയോട് അതിനെ ഇമേജറിയായി പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബഹുമൂത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും ബഹുമൂത്ത് എന്നുള്ള ഒരു മൃഗം ഈ ഭൂമിയിൽ എവിടെയെങ്കിലും താഴ്വേ ജീവിച്ചിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ ഒരു തെളിവുമില്ല, നമുക്ക് വിശ്വസിക്കുവാനുള്ള യാതൊരു ആധികാരികതയുമില്ല. എന്നാൽ ഈ ബഹുമൂത്ത് എന്ന് പറയുന്നത് ഈ ഭൂമിയെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അന്ധകാര ശക്തി, അത് ലോകത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് അത് പൂർണ്ണമായിട്ട് പ്രത്യക്ഷപ്പെടുമെന്നും അത് മനുഷ്യനെ നശിപ്പിക്കുവാൻ വരുമെന്നുമുള്ള ഒരു ഇമേജറിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ഈ നമ്മളിവിടെ പറഞ്ഞ സീസ് എന്ന് പറഞ്ഞ ഈ പക്ഷിയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ പക്ഷിയെ ആകാശം എന്ന് പറയുന്നത് കാണിക്കുന്നത് മനുഷ്യന് നിയന്ത്രണമില്ലാത്തൊരു മേഖലയാണ്. എന്നാൽ മനുഷ്യന് നിയന്ത്രണമില്ലാത്ത മേഖലയിലും ദൈവത്തിന് നിയന്ത്രണമുണ്ടെന്നും അതിൻ്റെ മേൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയുടെ മേൽ ദൈവത്തിന് ജയമെടുക്കാൻ കഴിയുമെന്നാണ് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ലിവ്യാഥാനാണെങ്കിലും ബഹുമൂത്താണെങ്കിലും അതേപോലെ സീസ് ആണെങ്കിലും ഇതെല്ലാം ദൈവജനത്തിനെതിരെയും ദൈവത്തിനെതിരെ നിൽക്കുന്ന ഒരു ശക്തിയാണെന്നും എന്നാൽ അന്ത്യകാലത്ത് ദൈവം ഇതിനെല്ലാം പരാജയപ്പെടുത്തുമെന്നും ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി അവൻ്റെതായ നന്മകളും അനുഗ്രഹങ്ങളും കൊടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ലിവ്യാഥാനെ അന്ത്യകാലത്ത് ഒരു ലിവ്യാഥാനെ തകർത്തുകൊണ്ട് തൻ്റെ വിശുദ്ധ ജനത്തിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ ജനത്തിന് വേണ്ടി സത്യസന്ധരായ അല്ലെങ്കിൽ റൈച്ചസ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി ആഹാരം കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ലിറ്ററലി അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതായിട്ടില്ല, മനസ്സിലാക്കേണ്ടതായിട്ടില്ല. മറിച്ച് ഇതൊരു ആത്മീയ മർമ്മമാണ്. അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവം നമുക്ക് വേണ്ടി, ഇത് പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി വിക്ടറി നൽകുമെന്നുള്ളതാണ്. ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ നിൽക്കുന്ന ലിവ്യാഥാൻ്റെ ശക്തിയാണെങ്കിലും അത് സിസിൻ്റെ ശക്തിയാണെങ്കിലും ആകാശമണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന ആ പക്ഷിയുടെ ശക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഈ വന്യമൃഗത്തെ പോലെയുള്ള ആർക്കും മെരുക്കാൻ കഴിയാത്ത മൃഗത്തിൻ്റെ ശക്തിയാണെങ്കിലും അതിനെ ദൈവം പരാജയപ്പെടുത്തും. അതിൻ്റെ മേൽ നമുക്ക് ആത്യന്തികമായ ജയം തരുമെന്നാണ് തിരുവചനം പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിലും ദൈവശക്തിയിലും നമുക്ക് ആശ്രയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാനിവിടെ ചുരുക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ ഇത് സംബന്ധമായ ലിവ്യാഥാൻ സംബന്ധമായിട്ടുള്ള വിഷയം കൂടുതൽ നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ താഴെ ഇവിടെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.